Hi students, welcome to Sapphire Future Academy Board Booster Series. So നമ്മൾ ഇന്ന് +2 ഫിസിക്സിലെ ഒരു ചെറിയൊരു ചാപ്റ്റർ ആയിട്ടുള്ള ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ ആറ്റംസ് എന്ന് പറയുന്നത്. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രിയിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊന്നും ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, അല്ലെങ്കിൽ ഓർത്തെടുക്കൽ മാത്രമായിരിക്കും ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? കുറച്ച് കാര്യങ്ങൾ അല്ലെ, ഏതൊക്കെയാണ് ആറ്റം മോഡൽസ്, ഏതൊക്കെയാണ്, ദെൻ ഹൈഡ്രജൻ സ്പെക്ട്രം എന്താണ്, അതുപോലെ തന്നെ ഓരോ ഡിഫറെന്റ് ആറ്റം മോഡൽസിന്റെ ഒരു സ്റ്റഡിയാണ് ഈ ചാപ്റ്ററിലുള്ളൂ അല്ലെ. അപ്പം ആദ്യമായിട്ട് ആറ്റത്തിന്റെ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആരായിരുന്നു അറിയോ? സോ ഹു വാസ് പ്രപ്പോസ്ഡ് ഫസ്റ്റ് മോഡൽ ഓഫ് ആറ്റം? ആരായിരുന്നു? ജെ തോംസൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് അല്ലെ. സോ അദ്ദേഹത്തിന്റെ മോഡലിന്റെ പേരെന്താണ്? ഇറ്റ്സ് പ്ലം പുഡിംഗ് മോഡൽ ഓർ ജെ തോംസൺ മോഡൽ ഓഫ് ആറ്റം ആണ്. സോ അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള പോയിന്റ് അത് തന്നെയാണ് അല്ലെ. എന്താണ് ജെ തോംസൺ മോഡൽ ഓഫ് ആറ്റം? നോക്കിക്കോളൂ. ഓക്കെ, ജെ തോംസൺ മോഡൽ ഓഫ് ആറ്റം ആണ് അല്ലെ. എന്താണ് ജെ തോംസൺ മോഡൽ ഓഫ് ആറ്റത്തിൽ ജെ തോംസൺ എന്താണ് പറയുന്നത് അല്ലെ? വളരെ സിമ്പിൾ ആണ്. എന്താ ആറ്റം എന്ന് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള, ഓക്കെ, ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ആണ് അല്ലെ. ഒരു ഫുൾ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ആണ്. അതിന്റെ അതായത് ഈ ഒരു സ്ഫിയറിൽ മൊത്തം എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അതിന്റെ അത് എന്താണ്? ഇലക്ട്രോൺസ് നമ്മൾ എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? ഇലക്ട്രോൺസ് എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആറ്റം മോഡലില് ലൈക്ക് നിങ്ങൾ പ്ലം കണ്ടിട്ടില്ലേ അല്ലെ? പ്ലമ്മിൽ നമ്മൾ പുഡിംഗ് എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെയാണ് എന്തുള്ളത്? ഒരു സ്ഫിറിക്കൽ പോസിറ്റീവ് മാറ്ററിനുള്ളിൽ ഇലക്ട്രോൺസ് എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നു പറഞ്ഞ ആര്? ജെ തോംസൺ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എന്തും കൂടി പറയുന്നുണ്ട്, ദ ടോട്ടൽ പോസിറ്റീവ് ചാർജ് അല്ലെ, അതായത് ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഓഫ് ദ സ്ഫിറിക്കൽ അല്ലെങ്കിൽ സ്ഫിറിക്കൽ മാറ്റർ ഈസ് എന്താണ്? എന്ത് പറയുന്നുണ്ട്? ഈസ് ഈക്വൽ ടു ദ നെഗറ്റീവ് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലെ. ടോട്ടൽ പോസിറ്റീവ് ചാർജ് എന്ത് വെച്ചിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്? നെഗറ്റീവ് ചാർജിനെ വെച്ച് ബാലൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് പറയാം? ആറ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് ന്യൂട്രിക്കൽ, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാം. ഇതാണ് എന്ത്? ജെ തോംസന്റെ ആറ്റം മോഡൽ എന്ന് പറയുന്നത് അല്ലെ. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോളൂ. ആറ്റം ഹാസ് എ സ്ഫിറിക്കൽ ഷേപ്പ് ആണല്ലോ. ഇറ്റ് ഈസ് ഫുൾ ഓഫ് സം പോസിറ്റീവ് മാറ്റർ അല്ലെ. ഒരു പോസിറ്റീവ് മാറ്റർ ഉണ്ട്. ആൻഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ദ പോസിറ്റീവ് മാറ്റർ ലൈക്ക് എന്താണ്? പ്ലംസ് ഇൻ ദ പുഡിംഗ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മോഡലിന്റെ ഒരു പേര് വിളിക്കാറുണ്ട്. എന്താണ്? പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് വിളിക്കുക. എന്താണ്? പ്ലം പുഡിംഗ് മോഡൽ. ക്ലിയർ ആണല്ലോ? സോ വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യണം? ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റണം. ക്ലിയർ അല്ലേ? സോ ഈ ഒരു മോഡലിൽ എന്തുണ്ട്? ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട് അല്ലെ. നമുക്ക് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മോഡൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഹൈഡ്രജൻ സ്പെക്ട്രം എന്താണ്, അത് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി, ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ മോഡൽ വെച്ചിട്ട് നമുക്ക് അന്ന് പ്രോപ്പർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഈ മോഡൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ട്. സോ നെക്സ്റ്റ് അതുകൊണ്ട് തന്നെ ഈ മോഡൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ആറ്റത്തിന്റെ ഏറ്റവും സ്യൂട്ടബിൾ മോഡലായിട്ട് ഒരിക്കലും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അടുത്ത മോഡൽ അല്ലെ, അടുത്ത മോഡലാണ് ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത്. ഏതാണ്? റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ആണ് അല്ലെ. നമുക്ക് ആറ്റത്തിന് കുറച്ചും കൂടി സിമിലാരിറ്റി വരുന്നത്, അല്ലെങ്കിൽ ആറ്റത്തിന്റെ മോഡലായിട്ട് ഏറ്റവും കൂടി നന്നായിട്ട് സിമിലാരിറ്റി വരുന്ന ആരാണ്? റുദർഫോർഡിന്റെ ആറ്റം മോഡൽ ആയിരുന്നു. സോ നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഏതാണ്? റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ആണ്. നോക്കിക്കോളൂ. ഇതാണ് റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. സോ നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക് ആണ്. വളരെ വളരെ സിമ്പിൾ ടോപ്പിക് ആണ്. നിങ്ങൾ ആ കൺസെപ്റ്റ് മാത്രം ഒന്ന് നോക്കി വെക്കുക അല്ലെ. സോ റുദർഫോർഡ് മാത്രമല്ല, മീൻസ് റുദർഫോർഡ് ഒറ്റയ്ക്കല്ല ഈ ഒരു എക്സ്പ്ലോർ ചെയ്ത്. റുദർഫോർഡിന്റെ കൂടെ രണ്ട് സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? ഒന്ന് എച്ച് ജിഗർ ആൻഡ് ഇ മാസ്റ്റർ എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു. സോ പക്ഷെ ഈ ഒരു എക്സ്പെരിമെന്റ് ഒബ്സർവേഷൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? റുദർഫോർഡ് ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തത്. ക്ലിയർ ആണോ? ഓക്കെ, നോക്കിക്കോ. അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത് നോക്കിയോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലേക്കൊന്നും പോകുന്നില്ല. എന്താണ്? ഒരു സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഉണ്ട് അല്ലെ. അതായത് സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്നാണ് എന്ത് ചെയ്യുന്നത്? ആൽഫ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? സോ ആൽഫ പാർട്ടിക്കിൾ ഇവിടുന്ന് പല ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യാൻ മതി? ഒരു ഡയറക്ഷൻ, അതായത് ഒരു സെയിം ഡയറക്ഷനിലേക്ക് പോകുന്ന ആൽഫ പാർട്ടിക്കിൾ മാത്രം മതി. സോ അതിന് വേണ്ടി എന്ത് ചെയ്തു? ഇതിനെ ഞാൻ ലെഡ് ബ്രിക്കിന്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുക. സോ ലെഡ് ബ്രിക്കിന്റെ ഉള്ളിൽ കടത്തി വിടുമ്പോൾ കോളിമേറ്റ് ചെയ്യുമ്പോൾ എന്താ ഉപയോഗിക്കുക? ഒരു ഡയറക്ഷനിലേക്ക് ആൽഫ പാർട്ടിക്കിൾ മാത്രമേ കൂടെ കടന്നു പോകുള്ളൂ. ക്ലിയർ ആണല്ലോ? സോ ഇത് എന്തിനുള്ള കടന്നു പോവാണ്? ഒരു ഗോൾഡ് ഫോയിലിനുള്ളിൽ കൂടെ കടന്നു പോവാണ്. സോ ഗോൾഡ് ഫോയിലിനുള്ളിൽ കൂടെ കടന്നു പോയപ്പോൾ കുറെ കാര്യങ്ങൾ ഇവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റി, മീൻസ് ഒബ്സർവ് ചെയ്യാൻ പറ്റി അല്ലെ. ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് ഇവർ ഒബ്സർവ് ചെയ്തത്. സോ അതിന്റെ ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ
അല്ലെ മോസ്റ്റ് ഓഫ് ആൽഫ പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡീവിയേഷനിലാണ് കടന്നു പോകുന്നുണ്ട്. അതായത് ഒരു ഡീവിയേഷനിലാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, ഗോൾഡ് ഫോയിലിനുള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. സോ രണ്ടാമത്തെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ചില ആൽഫ പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കാറ്റർ ചെയ്യുന്നുണ്ട് അല്ലെ. ആ സ്കാറ്ററിംഗ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? യൂസിങ് എ ഡിറ്റക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാം, ആ സ്കാറ്ററിംഗ് ആംഗിൾ കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ രണ്ടാമത്തെ എന്താണ്, സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ വിൽ സ്കാറ്റർ ബൈ എ സ്മോൾ ആംഗിൾ. മൂന്നാമത്തെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ചില ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റഡ് ബാക്ക് ആണ് അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്, ചില ഒരു വളരെ സ്മോൾ എമൗണ്ട്, അതായത് 1 in 80,000 ആൽഫ പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നത്. 8000-ൽ ഒരു ആൽഫ പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ വളരെ ചെറിയ എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്റ്റഡ് ബാക്ക് ചെയ്യുന്നത്. സോ 3 ഒബ്സർവേഷൻസ് ആണ് ഇവർക്ക് കിട്ടിയത്. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസിംഗ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ, ഫസ്റ്റ്. രണ്ടാമത്തെ എന്താണ്, സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ഈസ് സ്കാറ്റേർഡ് ബൈ ആൻ ആംഗിൾ തീറ്റ ആൻഡ് വളരെ റെയർ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഏറ്റവും കുറവ് ആൽഫ പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റഡ് ബാക്ക് ആണ് അല്ലെ. സോ ഇത്രയായിരുന്നു എന്ത്, ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. ഈ ഒബ്സർവേഷൻസ് വെച്ചിട്ടാണ് എന്ത്, റുദർഫോർഡ് ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ. സോ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്സർവേഷൻസ് ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക കേട്ടോ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, റുദർഫോർഡിന്റെ ആറ്റം മോഡൽ എന്താണ് ഡീറ്റെയിൽ ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ. ഓക്കെ, റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം കേട്ടോ. വളരെ എല്ലാ പോയിന്റും വളരെ വളരെ എന്താണ് കെയർഫുൾ ആയിട്ട് നിങ്ങൾ പഠിക്കണം. സോ സിമ്പിൾ ആണ്, ബട്ട് എന്താണ് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. നോക്കിക്കോളൂ. റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ആണ്. എന്താ പറയുന്നത്, an atom may be regarded as a sphere അല്ലെ. ആറ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ഫിയർ ആണ്. അതിൽ എന്തുണ്ട്, ഒരു ഡയമീറ്ററിന്റെ എത്ര 10⁻⁻10 മീറ്റർ ഉള്ള ഒരു മീറ്റർ റേഡിയസ് ഉള്ള ഒരു മീൻസ് റേഡിയസിന്റെ റേഞ്ച് ഏകദേശം എന്തായിരിക്കും, 10⁻10 മീറ്ററിനെ ആയിരിക്കും അല്ലെ. സോ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റില്ല. ക്ലിയർ ആണല്ലോ. സോ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ദ മോസ്റ്റ് ഓഫ് ദ മാസ് അല്ലെ, മോസ്റ്റ് ഓഫ് ദ മാസ് ആൻഡ് ഓൾ പോസിറ്റീവ് ചാർജ് ഓഫ് ദ ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ വെരി സ്മോൾ സെന്റർ കോൾഡ് എന്താണ്, ന്യൂക്ലിയസ് എന്നാണ്. സോ സിമ്പിൾ അല്ലേ, നിങ്ങൾ പഠിച്ച കാര്യമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടികൾ അല്ലെങ്കിൽ ഒരു 8000-ൽ ഒരു ആൽഫ പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റഡ് ബാക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തുകൊണ്ടായിരിക്കും ആൽഫ പാർട്ടികൾ റിഫ്ലക്ട് ചെയ്ത് പോയിട്ടുണ്ടാവുക, വരുന്ന ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എന്ന് പറയുന്ന പോസിറ്റീവ് ആണ്. സോ ഒരു പോസിറ്റീവ് വേറൊരു പോസിറ്റീവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അല്ലേ അത് റിഫ്ലക്ട് ചെയ്ത് പോവുക. സോ അങ്ങനെയാണെങ്കിൽ ആ ഗോൾഡ് ഫോയിലിന്റെ ആറ്റത്തിൽ എന്തോ ഒരു പോസിറ്റീവ് പാർട്ട് ഉണ്ടല്ലോ. സോ ആ പോസിറ്റീവ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇതൊരു ആറ്റം ആണെന്ന് വിചാരിച്ചോ. ആറ്റം എന്ന് പറയുന്നത് എന്താണ്, സ്ഫിറിക്കൽ ഷേപ്പിലാന്ന് പറയുന്നുണ്ട് അല്ലേ. സ്ഫിറിക്കൽ ഷേപ്പിലാണ്. സോ ഇതിന്റെ നടുവിൽ എന്തുണ്ടെന്നാ പറഞ്ഞത്, റേഡിയസ് മീൻസ് ഒരു പോസിറ്റീവ് സെന്റർ ഉണ്ടെന്നാ പറഞ്ഞത്. ഈ പോസിറ്റീവ് സെന്ററിലാണ് എന്തുള്ളത്, മോസ്റ്റ് ഓഫ് ദ മാസും അതുപോലെ തന്നെ ഓൾ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് അല്ലെ. എല്ലാ പോസിറ്റീവ് ചാർജ് എവിടെയുള്ളത്, ഇവിടെയുള്ളത്. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ചാർജ് എന്ന് പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ മാസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ മാസ് എന്ന് പറയാൻ കാരണം, ഇവിടെ പ്രോട്ടോൺ മാത്രമല്ല എന്തുണ്ട്, ഇലക്ട്രോൺസും ഉണ്ട്. ഇലക്ട്രോൺസ് എവിടെയുള്ളത്, ഓർബിറ്റിലുള്ള ഒക്കെ നമ്മൾ പറയും അല്ലെ. ഇലക്ട്രോൺസിന് എന്തുണ്ട്, മാസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് മാസ് എന്ന് അവിടെ പറയാം, ന്യൂക്ലിയസിൽ പറയാം. ബട്ട് എന്തുണ്ട്, കംപ്ലീറ്റ് മാസ് എന്ന് പറയാൻ സാധിക്കില്ല. ക്ലിയർ ആണല്ലോ. സോ അങ്ങനെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ പുതിയൊരു കൺസെപ്റ്റ് വന്നു. എന്താണ്, അറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ന്യൂക്ലിയസ്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. എന്താ പറയുന്നത്, ദ ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺസ്. ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട് ആണല്ലോ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ, എന്ത് ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ പിന്നെന്താ പറയുന്നത്, the electrons are spread over the remaining part of the atom അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് ബാക്കി റിമൈനിങ് പാർട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒക്യുപ്പൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ അതായത് ചില പാർട്ടിൽ മാത്രമേ എന്തുള്ളൂ, ഇലക്ട്രോൺസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാ പാർട്ടും എന്താണ്, ആറ്റത്തിന്റെ ഫ്രീ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു ആൽഫ പാർട്ടികൾ ഇതിലൂടെ പോകുമ്പോൾ ഇത് ഫ്രീ ആയിട്ട് കടന്നു പോലെ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡീവിയേഷനിലൂടെ കടന്നു പോകുന്നത്. കാരണം ആറ്റത്തിന്റെ ഭൂരിഭാഗ സൈഡ് എന്ന് പറയുന്നത് എന്താണ്, എംപ്റ്റി ആയിരിക്കും. ക്ലിയർ അല്ലേ? ദെൻ അടുത്തൊരു പോയിന്റ് ആണ്, എന്താണ്, ആസ് എൻ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് ആണല്ലോ. കാരണം എന്താ, ദ ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് എന്താണ്, ബാലൻസ്ഡ് ബൈ ദി ടോട്ടൽ നെഗറ്റീവ് ചാർജ് ഓഫ് ദ ഇലക്ട്രോൺസ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ലാസ്റ്റ് പോയിന്റ് ആണ്, എന്താ പറയുന്നത്, ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ന്യൂക്ലിയസിന് ചുറ്റും
സർക്കുലാർ ഓർബിറ്റിൽ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ എന്ത് വേണം, ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണമല്ലോ. സോ ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ കുളോംബിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദിസ് ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ ആണ് അല്ലെ. കുളോംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ ആണ് അല്ലെ. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? the electrons are revolving around the nucleus in the circular orbits. The necessary centripetal force for the revolution of electrons is provided by the electrostatic attraction. Electrostatic attraction between electron and nucleus ആണ്. സോ ഇത്രയും പോയിന്റ്സ് ആണ് എന്ത് ചെയ്യുന്നുണ്ടത്, റുദർഫോർഡിന്റെ അറ്റം മോഡൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ, വളരെ സിമ്പിൾ ആണ്, കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. അപ്പൊ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, അതിന് കൂടുതൽ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് എന്താണ് കാര്യങ്ങളാണ്. ഒന്ന് എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്താണ്, ദെൻ ഇമ്പാക്ട് പാരാമീറ്റർ എന്താണ്, ദെൻ നെക്സ്റ്റ് സ്കാറ്ററിംഗ് ആംഗിളും അതുപോലെ തന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ സ്കാറ്റേർഡും തമ്മിൽ എന്തുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. സോ ആ റിലേഷനും പറയാനുണ്ട്. സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഗ്രാഫ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ആൻഡ് സ്കാറ്ററിംഗ് ആംഗിൾ ആണ് അല്ലെ. നോക്കിക്കോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്രാഫ് വരയ്ക്കാനുണ്ടെന്ന്. അപ്പൊ ഞാൻ ഇവിടെ എക്സ് ആക്സിൽ എടുത്ത് വൈ ആക്സിൽ എടുത്ത എന്താണ്, നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ആണ് അല്ലെ. വൈ എക്സ് ആക്സിൽ എടുത്തതോ സ്കാറ്ററിംഗ് ആംഗിൾ ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, അതായത് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾ നിങ്ങൾക്ക് അറിയാം സ്കാറ്റർ ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ വളരെ ചുരുക്കം നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുള്ളൂ, സ്കാറ്റർ ചെയ്തെന്നുള്ളൂ. ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾ എന്താ ചെയ്യുന്നത്, ഒരു സ്കാറ്ററിംഗ് ഇല്ലാണ്ട് കടന്നു പോവുകയാണ് ചെയ്യാറ് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ സ്കാറ്റർ ചെയ്ത ആൽഫ പാർട്ടിക്കിൾ മാത്രമേ ഞാനിപ്പോ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്കാറ്റർ ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾ കൂടുതലായിട്ടും വളരെ ചെറിയൊരു ആംഗിളിലാണ് എന്ത് ചെയ്യുക, സ്കാറ്റർ ചെയ്ത് പോവുക അല്ലെ. അതായത് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ എന്താ ചെയ്യുന്നത്, ഏറ്റവും ചെറിയ ആംഗിളിലാണ് എന്ത് ചെയ്യുക, സ്കാറ്റർ ചെയ്ത് പോവുക. അപ്പൊ നിങ്ങൾ ആലോചിച്ചു സ്കാറ്ററിംഗ് ആംഗിൾ ഇപ്പൊ കൂടി വരിക. അപ്പൊ സ്കാറ്ററിംഗ് ആംഗിൾ കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുക, നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് എന്താണ്, കുറഞ്ഞൂറിന് വരിക ആണല്ലോ. അപ്പൊ ഏറ്റവും കുറവ് എപ്പോഴാണ് ഉണ്ടാവുക, വെൻ ആംഗിൾ എത്രയാ, 180 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് ബാക്ക് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 1000 ഒരു ആൽഫ പാർട്ടിക്കിൾ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, റിഫ്ലക്ട് ചെയ്തു പോകുന്നുള്ളൂ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ എന്താ സംഭവിക്കുന്നത്, 180 ഡിഗ്രി ആൽഫ ആംഗിൾ മീൻസ് സ്കാറ്ററിംഗ് ആംഗിൾ വന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലെ. അപ്പൊ അത് തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻ അല്ലേ, നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് ലെസ് വെൻ ആൽഫ സ്കാറ്ററിംഗ് അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ആംഗിൾ ഈസ് വെരി ഹൈ. ക്ലിയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ആൽഫ മീൻസ് സ്കാറ്ററിംഗ് ആംഗിളും നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. നോക്കിക്കോ എന്താന്നുള്ളത്, ദാറ്റ് ഈസ് n ഈസ് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/sin⁴ θ/2 ആണ്. θ/2 ആണ്. സോ ഈ റിലേഷൻ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ആണ്, തീറ്റ എന്ന് പറയുന്നത് എന്താണ്, സ്കാറ്ററിംഗ് ആംഗിൾ ആണ്. സോ ഗ്രാഫ് ക്ലിയർ അല്ലേ. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റണം, എഴുതാൻ പറ്റണം. ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. ക്ലിയർ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു എന്താണ്, ഒരു ആറ്റത്തിന് എന്തുണ്ട്, ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. മീൻസ് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള സെന്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ സെന്ററിന് എന്താ വിളിച്ചത്, ന്യൂക്ലിയസ് എന്നാണ് വിളിച്ചത്. സെന്ററിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ആണ്. എന്ത് സംഭവിക്കുന്നുണ്ട്, ആൽഫ പാർട്ടിക്കിള് ഒരു ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുക അല്ലെ. അത് ആൽഫ പാർട്ടിക്കിൾ ഇങ്ങോട്ട് ഗോൾഡ് ഫോയിലിന്റെ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എന്താണ്, 2e ആണ് അല്ലെ. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് പോയി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി രണ്ട് പോസിറ്റീവാ, രണ്ട് തമ്മിലൊരു റിപ്പൾഷൻ ഉണ്ടാവും അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ നിൽക്കും, അതായത് ഇതിന്റെ മൂവ്മെന്റ് അത് സ്റ്റോപ്പ് ചെയ്യും, കാരണം അത്രയും റിപ്പൾഷനെ. പിന്നെ എന്താ ചെയ്യുക, അതിനെ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുക, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് വിളിക്കുക അല്ലെ. ദാറ്റ് ഈസ് R0 എന്ന് വിളിക്കും, അല്ലെങ്കിൽ D എന്ന് വിളിക്കാറുണ്ട്, എന്തും വിളിക്കാറുണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ്, ഈ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സോ മൂവ് ചെയ്ത് വരുന്ന ആൽഫ പാർട്ടിക്കിൾ എന്തുണ്ട്, ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവുമല്ലോ. സോ അങ്ങനെയാണ് ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി എന്താ വരിക, ½ ആണ് വരിക ആണല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ എത്തുമ്പോൾ ആൽഫ കൈനറ്റിക് എനർജി ഒക്കെ എന്താവും, 0 ആവും. അതുകൊണ്ടാണ് സ്റ്റോപ്പ് ആവുന്നത്. ക്ലിയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ കൈനറ്റിക് എനർജി മൊത്തം എന്തായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ. കാരണം എനർജി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആണ്.
പക്ഷെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനർജിയെ മാറ്റാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി മൊത്തം എന്തായി, പൊട്ടൻഷ്യലായി മാറി. സോ അങ്ങനെയാണ് ഈ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ, 1/4πε0. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണ് 1/4πε0. എന്ത് വരും, Q1 Q2/R ആണ്. സോ ഇവിടെ Q1 എന്ന് പറയുന്നത് എത്രയാ, 2E ആണ്. Q2 എന്ന് പറയുന്നത് നമ്മളുടെ ഗോൾഡ് ഫോയിലിന്റെ അറ്റോമിക് നമ്പർ Z ആണെന്ന് വിചാരിക്കുക. അത് നമ്പർ ഏതൊരു നമ്പർ ആണ് ഇൻറ്റു എന്ത് ചെയ്താൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഗോൾഡ് ഫോയിലിന്റെ ടോട്ടൽ ചാർജ് കിട്ടും, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, R0. ക്ലിയർ അല്ലേ? അതായത് ഈ ആൽഫ പാർട്ടിക്കിൾ ഈ പോയിന്റ് എത്തുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, R0 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിന്റെ അകത്ത് R0 ഈക്വൽ ടു എന്താ വരിക, 1/4πε0 2ZE² ഡിവൈഡഡ് ബൈ എന്ത് വരും, ഹാഫ് mv². ഇതാണ് എന്ത്, ഇക്വേഷൻ ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആണ്, പ്രോബ്ലം ചോദിക്കാറുണ്ട് ഇത് വെച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇമ്പാക്ട് പാരാമീറ്റർ ആണ്. എന്താണ് ഇമ്പാക്ട് പാരാമീറ്റർ? നമ്മൾ സ്മോൾ ബി വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക അല്ലെ. വളരെ സിമ്പിൾ ആണ്, നോക്കിക്കോ. ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക അല്ലെ. ഇത് ന്യൂക്ലിയസിന്റെ സെൻട്രലിലൂടെ കടന്നു പോകുന്ന ലൈനാണ് ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഇമ്പാക്ട് പാരാമീറ്റർ ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ്, വെലോസിറ്റി വെക്ടർ ഓഫ് എൻ ആൽഫ പാർട്ടിക്കിൾ അല്ലെ. വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾ ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യുക, അതിന്റെ വെലോസിറ്റി വെക്ടർ ഉണ്ടാവുക. സോ വെലോസിറ്റി വെക്ടർ ഓഫ് എൻ ആൽഫ പാർട്ടിക്കിൾ ആൻഡ് ദ സെൻട്രൽ അല്ലെങ്കിൽ സെന്റർ ഓഫ് ദി ന്യൂക്ലിയസ് ആണ്. സോ ഇത് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇമ്പാക്ട് പാരാമീറ്റർ. ക്ലിയർ ആണല്ലോ? സോ ബി ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഇറ്റ്സ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ്, വെലോസിറ്റി വെക്ടർ ആൻഡ് ദ സെന്റർ ഓഫ് ദി ന്യൂക്ലിയസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ഇമ്പാക്ട് പാരാമീറ്റർ ബി ആണെന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഇമ്പാക്ട് പാരാമീറ്റർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സ്കാറ്ററിംഗ് ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആണല്ലോ. അപ്പൊ ഞാനിപ്പോ ഇമ്പാക്ട് പാരാമീറ്റർ കുറച്ചു എന്ന് വിചാരിച്ചോ, അതായത് ബിയുടെ വാല്യൂ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് വന്നിട്ട് ഇവിടെ വന്ന് മൂവ് ചെയ്യുക. സോ എന്താ സംഭവിക്കുക, കൂടുതൽ ആംഗിളിൽ ഇത് എന്താവും, സ്കാറ്റർ ചെയ്ത് പോവുക, കൂടുതൽ ആംഗിളിൽ സ്കാറ്റർ ചെയ്ത് പോവും. നേരെ മറിച്ച് ഇമ്പാക്ട് പാരാമീറ്റർ ഇപ്പൊ 0 ആയി എന്ന് വിചാരിച്ചോ, അത് വളരെ 0, അതായത് B = 0 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇങ്ങനെയാണ് മൂവ് ചെയ്യുക. സോ ഇത് റിഫ്ലക്റ്റഡ് ബാക്ക് ആയിരിക്കും. ക്ലിയർ ആണല്ലേ? അപ്പൊ ഇമ്പാക്ട് പാരാമീറ്റർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാറ്ററിംഗ് ആംഗിൾ എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇമ്പാക്ട് പാരാമീറ്റർ കൂടി വെച്ചു, വലിയ ഇമ്പാക്ട് പാരാമീറ്റർ എന്താ സംഭവിക്കുക, സ്കാറ്ററിംഗ് ആംഗിൾ 0 വരും. സ്കാറ്റർ ചെയ്യുന്നില്ല, ഇവിടെ ആംഗിൾ ഉണ്ടാവില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇമ്പാക്ട് പാരാമീറ്ററും സ്കാറ്ററിംഗ് ആംഗിളും തമ്മിലുള്ള റിലേഷൻ ഉണ്ട് ആണല്ലോ. അങ്ങനെയാണ് ഇമ്പാക്ട് പാരാമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, നോട്ട് ചെയ്തോളൂ. സോ B = ZE² cot θ/2 divided by 4πε0 into half mv². സോ ഇതാണ് എന്ത്, ഇമ്പാക്ട് പാരാമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെ. ഞാനൊരു കാര്യം പറഞ്ഞു, എന്താണ് ഇമ്പാക്ട് പാരാമീറ്റർ എന്താവാം, 0 ആവാം. ഇഫ് ഇമ്പാക്ട് പാരാമീറ്റർ B എപ്പോഴാ 0 ആവുക, B 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, റിഫ്ലക്റ്റഡ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. θ = 180 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? ഇഫ് ആൽഫ നമ്മുടെ ഇമ്പാക്ട് പാരാമീറ്റർ വളരെ കൂടുതലാന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും, ഇത് ഒരു ഡീവിയേഷനിലാണ് കടന്നു പോകും. ഇതാണ് ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് കൂടിയോ, എന്ത് സംഭവിക്കും, ഒരു ഡീവിയേഷനിലാണ് കടന്നു പോകും അല്ലെ. ഇങ്ങനെയാണ് ഇമ്പാക്ട് പാരാമീറ്റർ വരുന്നത് കഴിയോ. ഇങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക, റിഫ്ലക്റ്റ് ബാക്ക് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇമ്പാക്ട് പാരാമീറ്റർ 0 ആണ് എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റ് ബാക്ക് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് എന്ത്, ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നമ്മളിപ്പോ റുദർഫോർഡിന്റെ കുറെ കാര്യങ്ങൾ, ആറ്റം മോഡലിന്റെ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ. സോ ഈ റുദർഫോർഡിന്റെ ആറ്റം മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് എന്ത് നമ്മൾ വിളിച്ച് ഡ്രോബാക്സ് ഓഫ് റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം അല്ലെ. എന്താ പറയുന്നത്, ഫസ്റ്റ് ഡ്രോബാക്ക് എന്താണ്, it couldn't explain the stability of atom and it couldn't explain the stability of atomത്തിന്റെ സ്റ്റെബിലിറ്റി പറയാൻ ആർക്ക് സാധിച്ചില്ല, റുദർഫോർഡിന് സാധിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി പറയാൻ റുദർഫോർഡിന് സാധിക്കാണ്ട് പോയത്, നോക്കിക്കോളൂ. നമുക്കറിയാം ഇലക്ട്രോൺ മീൻസ് ആറ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ഫിറിക്കലി ഉള്ള ഒരു ആണ്. ആറ്റത്തിന്റെ നടുവിൽ എന്തുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലെ. ഈ ന്യൂക്ലിയസ് കിട്ടും സർക്കുലർ ഓർബിറ്റിൽ ആര് റിവോൾവ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട് ആണല്ലോ. സോ ഈ ഇലക്ട്രോൺ ആദ്യം ഒരു 8 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ വിച്ച് മീൻസ് ദ ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റിംഗ്, റൈറ്റ്.
കാരണം എന്താ, ഓരോ പോയിന്റിലും ഇലക്ട്രോണിന്റെ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും, വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റിംഗ്. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആൻ ആക്സിലറേറ്റിംഗ് ഇലക്ട്രിക് ചാർജ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് പഠിച്ചിട്ടുണ്ട്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എമിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ആക്സിലറേറ്റിംഗ് ഇലക്ട്രിക് ചാർജ് അല്ലെ, ഇലക്ട്രിക് ചാർജ് ആണിത് അല്ലെ. എന്ത് എമിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് മീൻസ് ഇറ്റ്സ് എൻ എനർജി, റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, 8 ഇലക്ട്രോൺ വോൾട്ടുള്ള എനർജി കുറഞ്ഞു വരണം. കാരണം എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, എമിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ കുറഞ്ഞു ലാസ്റ്റ് 0 ആയി എങ്ങോട്ട് വീഴണം, ന്യൂക്ലിയസിനുള്ളോട്ട് വീഴണം അല്ലെ. പക്ഷെ അത് എവിടെ നടക്കുന്നില്ല, ആറ്റത്തിന്റെ കേസിൽ നടക്കുന്നില്ല. റുദർഫോർഡ് പറഞ്ഞത് ശരിയാണെങ്കിൽ. അപ്പൊ എന്ത് നടക്കുന്നില്ല, റുദർഫോർഡ് പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ ഇങ്ങനെ നടക്കണം അല്ലെ. പക്ഷെ ആറ്റത്തിന്റെ കാര്യത്തിൽ എന്തില്ല, ഇത് നടക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, റുദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. റുദർഫോർഡിന്റെ മോഡൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഫസ്റ്റ് ഡ്രോബാക്ക്. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ ഡ്രോബാക്ക് നോക്കിക്കോ, എന്താ പറയുന്നത്, ഇറ്റ് കുഡിന്റ് എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ലൈൻ സ്പെക്ട്രം എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അല്ലെ. അതായത് ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്താണ്, ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ കുറെ ഓർബിറ്റുകൾ ഉണ്ട് അല്ലെ. സോ അതായത് ഹയർ ഓർബിറ്റിന് ലോവർ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺസ് ജമ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ ജമ്പ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിന് ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ട് അതിന് പെർട്ടിക്കുലർ വേവ് ലെങ്ത് മാത്രം ഒന്നും ആർക്ക് പറയാൻ പറ്റില്ല, റുദർഫോർഡിന് പറയാൻ സാധിച്ചില്ല. റുദർഫോർഡ് ഒരുപക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം ഹയർ ഓർബിറ്റിന് ലോവർ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, എനർജി റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ റേഡിയേറ്റ് ചെയ്യുന്ന എനർജിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് മീൻസ് ഒരു ഡിഫറെന്റ് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വേവ് ലെങ്തിലുള്ള റേഡിയേഷൻസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എമിറ്റ് ചെയ്യുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണ് എമിറ്റ് ചെയ്യുന്നത് ആർക്ക് പറയാൻ സാധിച്ചില്ല, റുദർഫോർഡിന് പറയാൻ സാധിച്ചില്ല. ക്ലിയർ അല്ലേ. സോ മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് എന്ത്, ഇറ്റ് കുഡിന്റ് എക്സ്പ്ലെയിൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ് അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് എങ്ങനെയാണ്, സർക്കുലർ ഓർബിറ്റിലാണ്. ഓർബിറ്റുകൾ എങ്ങനെ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തത്, ഓരോ ഷെല്ലുകളിലായിട്ടാണ് അല്ലെ. സോ ആദ്യത്തെ ഓർബിറ്റിൽ 2, രണ്ടാമത്തെ ഓർബിറ്റിൽ 8, അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആർക്ക് പറയാൻ സാധിച്ചില്ല, റുദർഫോർഡിന് പറയാൻ സാധിച്ചില്ല. അത് അടുത്ത വന്ന സയന്റിസ്റ്റ് ആയിട്ടുള്ള ആരാണ്, നീൽ ബോർ ആണ് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തത്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് എന്ത്, റുദർഫോർഡിന്റെ മോഡലിന്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത മോഡൽ ഒബ്വിയസ്ലി എന്തായിരിക്കണം, ഈ ഡ്രോബാക്സ് ഒക്കെ ഓവർകം ചെയ്തൊരു മോഡൽ ആയിരിക്കണ്ടേ. സോ ആ മോഡലിന്റെ പേര് ബോർ മോഡൽ ഓഫ് ആറ്റം ആണ്. അപ്പൊ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ആറ്റത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മോഡലാണ് എന്ത്, ബോറിന്റെ മോഡല്. നമ്മളിപ്പം അക്സെപ്റ്റ് ചെയ്തൊരു മോഡലാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്ത പഠിക്കാനുള്ള ഏതാണ്, ബോർ മോഡൽ ഓഫ് ആറ്റം ആയിരിക്കും. നെക്സ്റ്റ് എന്താ പഠിക്കാനുള്ളത്, ബോർ മോഡൽ ഓഫ് ആറ്റം ആണ് അല്ലെ. ബോർ മോഡൽ ഓഫ് ആറ്റം ആണ്. സോ ബോറിന്റെ മോഡൽ നിങ്ങൾക്ക് അറിയാം, റുദർഫോർഡിന്റെ ആറ്റം മോഡൽ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. സോ ആ ഡ്രോബാക്സ് ഒക്കെ ഓവർകം ചെയ്തൊരു മോഡലാണ് എന്ത്, ബോറിന്റെ ആറ്റം മോഡൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബോർ എങ്ങനെയാണ് ഈ ഒരു ആറ്റം മോഡൽ പ്രപ്പോസ് അല്ലെങ്കിൽ ബോറിന്റെ ആറ്റം മോഡലിന്റെ ഈ അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. നോക്കിക്കോ എന്തൊക്കെയാണ് ബോറിന്റെ ആറ്റം മോഡൽ. അപ്പൊ ബോർ ഈ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ബോർ ഒരിക്കലും റുദർഫോർഡിന്റെ എല്ലാ അസംഷൻസും അല്ലെങ്കിൽ എല്ലാ തിയറി എന്താണ് തെറ്റാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. റുദർഫോർഡിന്റെ കുറെ കാര്യങ്ങൾ എന്താ ബോർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബോർ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മോഡലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ലൈക്ക് ഇലക്ട്രോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്നത് ഒരു സ്പിരിക്കൽ ഒരു സ്പിരിക്കൽ മെറ്റീരിയൽ ആണ്. അതിന്റെ ഇൻസൈഡ് എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. സോ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ബോർ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ബോർ ആദ്യം എന്താ ചെയ്തത്, ഒരു 3 പോസ്റ്റുലേറ്റ്സ് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു. സോ വാട്ട് ഈസ് മീൻ ബൈ എ പോസ്റ്റുലേറ്റ്? പോസ്റ്റുലേറ്റ്സ് ഈസ് എൻ അസംഷൻ ആണ് അല്ലെ. നമ്മളൊരു തിയറി പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്ത് വെക്കണം. അതിന് നമ്മൾ ഫിസിക്സിൽ വിളിക്കുന്ന പേരാണ് എന്ത്, പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ. സോ അപ്പൊ എന്താണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് നോക്കിയോ, electron in an atom can revolve in certain stable orbits without radiating energy അല്ലെ. ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേബിൾ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, എനർജി റേഡിയേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് എനർജി റേഡിയേറ്റ് ചെയ്യുന്നില്ല? കാരണം ഉറപ്പാണ് അല്ലെ, ഇലക്ട്രോണ് സർക്കുലർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, എനർജി റേഡിയേറ്റ് ചെയ്യണം
അല്ലെ? പക്ഷെ എന്ത് ചെയ്യുന്നില്ല, എനർജി റേഡിയേറ്റ് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇറ്റ് ഇസ് എ പോസ്റ്റുലേറ്റ് ആണ്, ഒരു അസംപ്ഷൻ ആണ്. അത് നമ്മൾ അങ്ങനെ എടുക്കുന്ന വേണം. ക്ലിയർ അല്ലേ? ദെൻ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. എന്താണ്? ഇലക്ട്രോൺ ക്യാൻ റിവോൾവ് ഓൺലി ഇൻ ദോസ് ഓർബിറ്റ്സ് ഇൻ വിച്ച് their angular momentum is an integral number of h/2π ആണ് അല്ലെ? h/2π ആണ്. അതായത് ആംഗുലർ മൊമെന്റം എന്തായിരിക്കണം? h/2π ആണ്. നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു ആറ്റം കൺസിഡർ ചെയ്തിട്ട് ഇതാണ് ന്യൂക്ലിയസ്. ഇലക്ട്രോൺ എന്തുണ്ട്? ഇവിടെ ഉണ്ട്. സോ ഇത് ഫസ്റ്റ് ഓർബിറ്റും ഇത് സെക്കൻഡ് ഓർബിറ്റ് ആണെന്ന് വിചാരിക്കാം. ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. സോ ഫസ്റ്റ് ഓർബിറ്റിന് ഒരു ആംഗുലർ മൊമെന്റ് ഉണ്ട്. എന്താണ്? ദാറ്റ് ഈസ് L is equal to h/2π ആണ്. കാരണം എന്താ? nh/2π ആണ് വരുന്നത്. ആംഗുലർ മൊമെന്റ് എന്താ വരിക? ദാറ്റ് ഈസ് L is equal to nh/2π വരുന്നതാണ്. അതായത് ഇന്റഗ്രൽ നമ്പർ ഓഫ് h/2π ആണ്. വേറെ n ഈക്വൽ എന്തൊക്കെ ആവാം? 1 ആവാം, 2 ആവാം, 3 ആവാം, എക്സെട്ര. അല്ലെ? നിങ്ങൾക്കറിയാം സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ആംഗുലർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാ? mvr ഈക്വൽ ആണ് അല്ലെ? mvr ഈക്വൽ ടു nh/2π ആണ്. ക്ലിയർ അല്ലേ? അതവിടെ നിൽക്കട്ടെ. ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കണേ. നമുക്ക് അടുത്ത ഡെറിവേഷനിലേക്ക് ആവശ്യമുണ്ട് ഇക്വേഷൻസ്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞു വന്നത്? ഫസ്റ്റ് ഓർബിറ്റിൽ ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഈക്വൽ ടു 1 കൊടുത്താൽ എന്താ വരിക? h/2π ആണ് വരിക. ദെൻ സെക്കൻഡ് ഓർബിറ്റിൽ ഇലക്ട്രോൺസിന്റെ ആംഗുലർ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? L ഈക്വൽ ടു 2h/2π വരും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഓർബിറ്റ് കൺസിഡർ ചെയ്തു. ഈ ഓർബിറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോൺസിന് ആകെ എവിടെ റിവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ? ആംഗുലർ മൊമെന്റം h/2πയിലും 2h/2π 3h/2π ഈ ഒരു ഓർബിറ്റുകളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഓർബിറ്റ് വരച്ചു കഴിഞ്ഞാൽ ആ ഓർബിറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഓർത്ത് വെച്ചോളൂ, ഇലക്ട്രോൺ അങ്ങനെ എല്ലാ ഓർബിറ്റിലും റിവോൾവ് ചെയ്യാൻ പറ്റില്ല. റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റിൽ അതിന്റെ ആംഗുലർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? nh/2π ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റഗ്രൽ നമ്പർ ഓഫ് h/2π ആയിരിക്കണം. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? അത്രേ ഉള്ളൂ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് ആംഗുലർ മൊമെന്റ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയാറുണ്ട്. എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. അതായത് ഓരോ എന്താണ് കണ്ടിന്യൂസ് അല്ല, ഇറ്റ് ഈസ് ഡിസ്ക്രീറ്റ് ആണ്. ക്ലിയർ അല്ലേ? സോ ലാസ്റ്റ് ഒരു പോയിന്റ് ആണ് എന്ത്? ഇലക്ട്രോൺസ് മൈറ്റ് മേക്ക് ട്രാൻസിഷൻ ഫ്രം വൺ ഓർബിറ്റ് ടു അനദർ. അല്ലെ? ഇലക്ട്രോൺ എന്ത് ചെയ്യാം? ഒരു ഓർബിറ്റിന് അടുത്ത ഓർബിറ്റിലേക്ക് ട്രാൻസിഷൻ നടത്താം. സോ അത് നടത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? എനർജി റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ആ റേഡിയേറ്റ് ചെയ്യുന്ന എനർജിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? രണ്ട് എനർജി ബാൻഡുകളുടെ അല്ലെങ്കിൽ എനർജി രണ്ട് ഓർബിറ്റുകളുടെ എനർജിയുടെ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും എന്ത് വരിക? ആ ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എമിറ്റ് ചെയ്യുന്ന എനർജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അല്ലെ? അതായത് ഇപ്പൊ സെക്കൻഡ് ഓർബിറ്റിന് ഫസ്റ്റ് ഓർബിറ്റിലേക്കാണ് എനർജി മീൻസ് ഇലക്ട്രോൺ ജമ്പ് ആവുന്നെങ്കിൽ അവിടെ ജമ്പ് ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? എനർജി റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ റേഡിയേറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? സെക്കൻഡ് ഓർബിറ്റിലെ എനർജിന്റെ അകത്ത് ഫസ്റ്റ് ഓർബിറ്റിലെ എനർജി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഈ പോയിന്റ് എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. എന്തുള്ളൂ? ബോറിന്റെ ആറ്റം മോഡൽ ഉള്ളൂ, അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ്സിനുള്ളൂ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹൈഡ്രജൻ ആറ്റം ആണ്. ഫസ്റ്റ് പോയിന്റ് ആണേ, ഫോർ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം. നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രത്യേകത എന്താ? ന്യൂക്ലിയസ് ആണ്. ഇതാണ് നമ്മളുടെ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഒരു എന്തുണ്ട്? ഒരു പ്രോട്ടോണും ഉണ്ട്. ക്ലിയർ അല്ലേ? സോ ഈ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ഫസ്റ്റ് റേഡിയസ് ആണ്. റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ആണ്. രണ്ടാമത്തെ എന്താണ്? വെലോസിറ്റി ആണ്. വെലോസിറ്റി ഓഫ് എന്താണ്? ഇലക്ട്രോൺ ഇൻ ദ ഓർബിറ്റ് ആണ്. ദെൻ മൂന്നാമത്തെ എന്ന് പറയുന്നത് എനർജി ഓഫ് ഇലക്ട്രോൺ റിവോൾവിംഗ് around the nucleus. റിവോൾവിംഗ് അല്ലെങ്കിൽ എന്താണ്? റിവോൾവിംഗ് ഇൻ ദ ഓർബിറ്റ്സ് അല്ലെ? ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. സോ അതിൽ ഫസ്റ്റ് എന്താണ്? റേഡിയസ് ഓഫ് എൻ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ റേഡിയസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് അല്ലെ? വളരെ ചെറിയ ഡെറിവേഷൻ ആണ്. നോക്കിക്കോളൂ എങ്ങനെയാണെന്ന്.
റേഡിയസ് ഓഫ് ബോർ സ്റ്റേഷനറി ഓർബിറ്റ് അല്ലെ, റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നോക്കിക്കോ എങ്ങനെ റേഡിയസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഞാനിവിടെ നമ്മളെ ആറ്റം വരയ്ക്കുകയാണേ. ഇതാണെന്ത് ന്യൂക്ലിയസ് ആണ്. സോ ഇതാണെന്ത് റേഡിയസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ആർ എന്ന് പറയുന്ന റേഡിയസ് അല്ലെ. ഞാൻ RN കൊടുത്തു. നമുക്ക് nth ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, RN കൊടുത്തു. ദെൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തുണ്ട്, ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, ഇതിനെന്തുണ്ട് പോസിറ്റീവ് ചാർജും ഉണ്ട്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ടല്ലേ, സർക്കുലർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് ആവശ്യമുണ്ട്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമുണ്ട്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പോസിറ്റീവ് ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ദാറ്റ് ഈസ് mv²/r ഈക്വൽ ടു, അതാരാ പ്രൊവൈഡ് ചെയ്യുന്നത്, 1/4πε0 ആരാണ്, ദാറ്റ് ഈസ് e²/r ആണ്, r² ആണ്. ക്ലിയർ അല്ലെ. വാട്ട് ഈസ് e²? ഇതാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇക്വേഷൻ. e² എന്ന് പറഞ്ഞാൽ എന്താ, പ്രോട്ടോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ ചാർജും e² ആണ്. ആണ് ദെൻ e² വന്നു, ദെൻ r² വന്നു. ക്ലിയർ അല്ലേ. ഈ ആറും കട്ട് ചെയ്തു പോയി. ബാക്കി എന്തുണ്ട്, mv² ഈക്വൽ ടു 1/4πε0 e²/r ആണ്. ക്ലിയർ അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഇക്വേഷൻ നമ്പർ 1 ആക്കി അവിടെ വെച്ചു അല്ലെ. ദെൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അക്കോർഡിംഗ് ടു സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഓഫ് ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്താ പറയുന്നത്, ആംഗുലർ മൊമെന്റം mvr ഈസ് ഈക്വൽ ടു nh/2π ആണ് അല്ലെ. nh/2π ആണ് അല്ലെ. ഇതിനകത്ത് v ഈക്വൽ എന്താ വരിക, v ഈക്വൽ ടു nh/mr ഇൻറ്റു 2π ആണ് അല്ലെ. അത് ഇക്വേഷൻ നമ്പർ എന്താണ്, 2 ആണ്. ഞാൻ എന്ത് ചെയ്തു, ഈ v ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. v സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ വരിക, m ഇൻറ്റു v² വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് nh/mr 2π ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ വരിക, 1/2 ഇൻറ്റു 4πε0 e²/rn ആണ്. ക്ലിയർ അല്ലേ. ഓക്കെ, ഇത് സ്ക്വയർ ചെയ്ത് എന്താ വരിക, ദാറ്റ് ഈസ് m ഇൻറ്റു n²h² ഡിവൈഡഡ് ബൈ, ഇത് ചെയ്തെന്താ വരും, ഒരു m² ഉണ്ട്, ഒരു r² ഉണ്ട്, ഒരു 4π² ഉണ്ടാവും. ഈക്വൽ ടു എന്ത് വരും, 1/4πε0 e²/rn ആണ്. ഇതിലെന്തൊക്കെ കട്ട് ചെയ്തു പോവാ, ഇതും കട്ട് ചെയ്തു പോയി. ദെൻ 4 കട്ട് ചെയ്തു, പൈയും കട്ട് ചെയ്തു. ദെൻ വേറെന്താ ഉള്ളത്, ഒരു r² ആറും കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു. ദെൻ വേറെന്തുണ്ട്, വേറെ ഒന്നുമില്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ആറാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ r ഈക്വൽ ടു എന്താ വരിക, ഈ ടേം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാല് ദെൻ r ഈക്വൽ ടു എന്ത് വരും, ഈ ടേം ഡിനോമിനേറ്ററിൽ വരും, ദാറ്റ് ഈസ് n²h²ε0 ഡിവൈഡഡ് ബൈ എന്ത് വരും, e². ഇവിടെ എന്തുണ്ട്, ഒരു m ഉണ്ട്, അതുപോലെ തന്നെ ഒരു പൈയും ഉണ്ട്, e²m π വരും. ഇതാണ് എന്ത് റേഡിയസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, RN എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നിങ്ങൾക്കറിയാം ഇവിടെ h²ε0 e²m π ഇതൊക്കെ എന്താണ്, കോൺസ്റ്റന്റ്സ് ആണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എന്ത് വരും, ഈക്വൽ ടു എന്ത് വരും, 0.51 n² ആണ്, ആൻസ്ട്രം ആണ് വരിക. എന്ത് ഇതിന്റെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0.51 ആൻസ്ട്രം ആണ് കിട്ടുക. ഇൻറ്റു എന്തുണ്ട്, ഒരു n² ഉണ്ട് അല്ലെ. അപ്പൊ റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ്, എന്താ വരിക, ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് n ഈക്വൽ ടു 1 കൊടുത്താൽ മതി. RN ഈക്വൽ ടു എന്താ വരിക, 0.51 ആൻസ്ട്രം ആണ് വരിക അല്ലെ. 0.51 ആൻസ്ട്രം വരും. ക്ലിയർ അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ എന്ത് വരും, 0.51 ആൻസ്ട്രത്തിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, AR1 ആട്ടോ. എന്താണ്, ബോർ റേഡിയസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്, ബോർ റേഡിയസ്. ക്ലിയർ അല്ലേ. ബോർ റേഡിയസ് എന്നാണ് വിളിക്കുക. R1 ഈക്വൽ ടു 0.51 ആൻസ്ട്രം ആണ്. 5.1 ആയിക്കില്ല, 5.3 ആണ് കേട്ടോ. ഓക്കെ, റെഡ്. ഇതിനെന്ത് വിളിക്കുക, ബോർ റേഡിയസ് എന്ന് വിളിക്കുക. അപ്പൊ ഇതിന്റെ അകത്തൊരു കാര്യം മനസ്സിലായി നമുക്ക്. എന്താണ്, R എന്ന് പറഞ്ഞാൽ എന്തിന് പ്രപ്പോർഷണൽ ആ, n² പ്രപ്പോർഷണൽ ആണ് അല്ലെ. സോ R എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആണ്, n² പ്രപ്പോർഷണൽ ആ അല്ലെ. അപ്പൊ ഫോർത്ത് ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്ത് ചെയ്താൽ മതി, 0.51 ഇൻറ്റു 4² ചെയ്താൽ മതി. ക്ലിയർ അല്ലേ. 100th ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്ത് ചെയ്താൽ മതി, 0.51 ഇൻറ്റു 100² ചെയ്താൽ മതി. ക്ലിയർ അല്ലേ. വളരെ സിമ്പിൾ ആണ്. ഈ റിലേഷൻ എന്ത് ചെയ്യുക, എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. ഇതാണ് എന്ത്, റേഡിയസ് ഓഫ് എൻ
ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇലക്ട്രോണിന്റെ വെലോസിറ്റി, അതായത് സർക്കുലർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത് ഫോർ ആൻ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ അല്ലെ. അപ്പൊ നോക്കിക്കോ, വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? അക്കോർഡിംഗ് ടു സെക്കൻഡ് പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ. എന്താ നിങ്ങൾ പഠിച്ചത്? mvr ഈക്വൽ ടു nh/2π അല്ലേ? ആണല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് വാട്ട് ഈസ് v? വെലോസിറ്റി ഈസ് ഈക്വൽ ടു nh/2π ഇൻറ്റു mr ആണ് അല്ലെ. സോ നിങ്ങൾക്കറിയാം, നിങ്ങൾ റേഡിയസ് ഓൾറെഡി കണ്ടുപിടിച്ചാണ്. വാട്ട് ഈസ് nth ഓർബിറ്റിന് റേഡിയസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ? n² h² ε0 ഡിവൈഡഡ് ബൈ e² m π ആണ്. അയ്യേ അല്ലേ? ഇതെല്ലാം കണ്ടുപിടിച്ചേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ r എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുക? v is equal to nh divided by 2π into m. എന്താ വരിക? that is n² h² ε0 ഡിവൈഡഡ് ബൈ എന്ത് വരും? e² m² π ആണ്. ക്ലിയർ അല്ലേ? സോ ഇതിൽ എന്തൊക്കെ കട്ട് ചെയ്ത് പോവാ? n² കട്ട് ചെയ്ത് പോയി, h² കട്ട് ചെയ്ത് പോയി, ബാക്കി ഇവിടെ ഒരു പൈയും കട്ട് ചെയ്ത് പോയി, എമ്മും കട്ട് ചെയ്ത് പോയി. സോ ബാക്കി എന്തുണ്ട്? ദെൻ ഈ ടേം, ഈ e² അങ്ങോട്ട് മേലോട്ട് വരും അല്ലെ. സോ e² ഡിവൈഡഡ് ബൈ ഒരു 2 ഉണ്ട്, ദെൻ ഒരു n ഉണ്ട്, പൈ ഉണ്ട്, ε0 ഉണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ എന്താണ്? v ആണ്. ക്ലിയർ അല്ലേ? സോ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ത് കിട്ടി? e² ഡിവൈഡഡ് ബൈ 2h π ε0. നിങ്ങൾക്കറിയാം e² കോൺസ്റ്റന്റ് ആണ്, 2 കോൺസ്റ്റന്റ് ആണ്, h കോൺസ്റ്റന്റ് ആണ്, ε0 കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണ് എനിക്ക് പറഞ്ഞൂടെ, വെലോസിറ്റി ഓഫ് എൻ റിവോൾവിംഗ് ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ദാറ്റ് ഈസ് n ആണ്. അതായത് n കൂടുമ്പം എന്ത് കുറയും? v കുറയും, കാരണം ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുക, സെക്കൻഡ് ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ആണോ ഫോർത്ത് ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ആണോ എന്താ വെലോസിറ്റി കൂടുതൽ ചോദിച്ചെങ്കിൽ ഏതാ പറയേണ്ടത്? സെക്കൻഡ് ഓർബിറ്റിൽ ഇലക്ട്രോൺ ആണ്. കാരണം n കുറയുമ്പോഴാണ് എന്ത് ചെയ്യുക? v കൂടുക. n ഇപ്പൊ കൂടുകയെന്ന് വിചാരിച്ചോ, 2 ഉള്ളത് 4 ആയെന്ന് വിചാരിച്ചോ, v എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. സോ ഇതാണ് എന്ത്? വെലോസിറ്റിയും എന്താണ് ഓർബിറ്റിന്റെ നമ്പർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. സോ നിങ്ങൾ റേഡിയസ് പഠിച്ച പോലെ തന്നെ എന്ത് ചെയ്യാം? വെലോസിറ്റിയും പഠിക്കാം. അപ്പൊ നമുക്ക് വെലോസിറ്റി ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് ഈ ഒരു ഇലക്ട്രോണിന്റെ എനർജിയാണ്. സോ എനർജി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട്, അല്ലെങ്കിൽ എനർജിയാണ് എന്താ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എനർജി എത്രയാന്നുള്ളതാണ് അല്ലെ. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യാൻ കാണാൻ. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.